അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇസ്ലാം മതം മുസ്ലിമീങ്ങൾക്ക് ധാരാളം നിയമങ്ങളും നിയമസംഹിതകളും പഠിപ്പിക്കുന്നുണ്ടല്ലേ. അതനുസരിച്ചിട്ട് മാത്രമേ മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നാം എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. മുസ്ലിം സ്ത്രീകൾക്ക് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഔറത്ത് 3 രൂപത്തിലാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഔറത്ത് എന്ന് പറയുന്നത് സ്ത്രീകൾ നിസ്കരിക്കുന്ന സമയത്തുള്ള ഔറത്താണ്. അവരുടെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും മുഴുവൻ ഭാഗങ്ങളും സ്ത്രീക്ക് നിസ്കാര സമയത്ത് ഔറത്ത് തന്നെയാണ്. ഇനി രണ്ടാമതായിട്ട് പറയുന്നത് അന്യപുരുഷന്മാരുടെ മുന്നിൽ അവരുടെ ഔറത്താണ്. സ്ത്രീയുടെ ശരീരഭാഗം മുഴുവനും അന്യപുരുഷന്മാരുടെ മുന്നിൽ ഔറത്ത് തന്നെയാണ്. ഇനി മൂന്നാമത്തേതായിട്ട് പറയുന്നത് കെട്ടൽ ഹറാമായവരുടെ മുന്നിലാണ്. ഉപ്പ, വല്യുപ്പ, മകൻ, ഭർത്താവ്, സഹോദരൻ ഇവരുടെയൊക്കെ മുന്നിൽ സ്ത്രീകൾ തലമറിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അന്യപുരുഷന്മാരല്ലാത്തവർ ഈ പറഞ്ഞവർ വീടുകളിലുള്ള സമയത്ത് നമുക്ക് തലമറക്കാതെ വീടുകളിൽ നിന്ന് വിചാരിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ തലമറക്കാത്ത സ്ത്രീകളുടെ വീടുകളിൽ റഹ്മത്തിൻ്റെ മലക്കുകളുടെ സ്വാധീനം ഉണ്ടാവുകയില്ല എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, നബിയെ, എനിക്ക് മലക്കുകളെ ഒന്ന് കാണിച്ചു തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് സമ്മതിക്കുകയും മഹദിയെ കാണിക്കുകയും ചെയ്തു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ബീവിയുടെ തലയിൽ നിന്ന് ആ ഒരു ഷാൾ നീങ്ങിപ്പോയി. പിന്നീട് മഹദിക്ക് മലക്കുകളെ കാണാൻ കഴിയാതെ വരികയും ചെയ്ത ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വീഡിയോ ഒക്കെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.